പിണറായി സർക്കാർ എങ്ങനെയുണ്ട്? തോമസ് ചാഴികാടന് പ്രതീക്ഷ വെക്കാമോ എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ചോദ്യമാണിത്. മികച്ചതാണോ മോശമാണോ പിണറായി സർക്കാർ? ചാഴികാടന്റെ പാർട്ടി തന്നെ ഭരണ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട് എന്ന വിലയിരുത്തൽ നോക്കൂ. മികച്ചതും വളരെ മികച്ചതും എന്ന് പറയുന്ന ആളുകളുടെ മികച്ചതെന്ന് പറയുന്നത് കേവലം 13% ആയിരിക്കുമ്പോൾ 48% ആളുകളാണ്. എഗെയിൻ ഒരു പ്രശ്നമാണ്. ചാഴിക്കാടന് ടെൻഷൻ വേണം. കാരണം ചാഴിക്കാടൻ പോപ്പുലറായ MP ആണ്. ചാഴിക്കാടന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ആളുകൾക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷേ സർക്കാരിനോട്, കേരളത്തിലെ സർക്കാരിനോട് അത് അഴിമതിയുടെ കാര്യത്തിൽ, വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ, തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ വലിയ ആന്റി ഇൻകംബൻസി നിൽക്കുന്നു. ഒപ്പം ഈ പറയുന്ന പ്രകടനത്തിന്റെ കാര്യത്തിലും വളരെ വലിയ ശക്തമായ ഒരു നമ്പറാണ്. മുന്നണി മാറ്റം ചാഴികാടന് വിനയായി. അതാണ് ചാഴിക്കാടന് പെർഫോമർ ആണെങ്കിൽ ചാഴിക്കാടനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും ചാഴിക്കാടൻ നിൽക്കുന്ന ചേരിയെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഒരു ചോദ്യം ഇതാണ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാഴികാടനെ വിലയിരുത്തുമോ അതല്ല പിണറായി സർക്കാരിനെ വിലയിരുത്തുമോ വോട്ടർമാർ എന്നതും പ്രസക്തമായ ചോദ്യമാണ്. നമുക്ക് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് എത്തിയാൽ. അതെ, നമുക്ക് കമ്പാരിസണിലേക്ക് പോകാം. 1ഉം 2ഉം രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള പിണറായി വിജയൻ സർക്കാരുകൾ 1 and 2 അതിനെ എങ്ങനെയാണ് കോട്ടയം റേറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ സർക്കാരാകുമ്പോഴാണ് അതിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തുന്നത്, റോഷി മന്ത്രിയാകുന്നത്. നോക്കൂ 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കമ്പാരിസണിൽ മോശമായി എന്ന് പറയുന്നത് നോക്കൂ 78.5%. അതാണ് 78%. ആന്റി ഇൻകംബൻസി. കൗതുകകരമായ ഒരു കാര്യം, ഇൻഡിക്കേറ്റർ ആന്റി ഇൻകംബൻസി. രണ്ടാം പിണറായി സർക്കാരിലാണ് ചാഴികാടന്റെ പാർട്ടി ഭാഗമായിരിക്കുന്നത്. ഒന്നാം സർക്കാർ വളരെ മോശമാണ് എന്നാണ് 78.5 പേര് പറയുന്നത്. അതായത് മുന്നണി മാറ്റം വീണ്ടും ചാഴികാടന് വിനയാകുന്നു, പ്രശ്നമാകുന്നു. ചാഴികാടൻ ഡേഞ്ചർ സോണിലാണ്. ആ അർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ മുന്നണി മാറ്റത്തിൽ വീഴുമോ ചാഴികാടൻ? അതെ, ആ ചാഴികാടന്റെ ചാട്ടം പിഴച്ചോ എന്നതാണ് ചോദ്യം. ചാഴികാടന്റെ ചാട്ടം പിഴച്ചോ, മുന്നണി മാറ്റം പിഴച്ചുപോയോ ചാഴികാടനെ സംബന്ധിച്ച് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡേഞ്ചർ സോണിലാണ്. ഫ്രാൻസിസ് ജോർജിന്റെ മുഖത്തൊരു ചിരി വന്നു തുടങ്ങി. അതെ.